ഹായ് മക്കളെ, ഓർഗാനിക് കെമിസ്ട്രിയിലെ എല്ലാ റെഡ്യൂസിങ് ഏജന്റുകളെയും ഒരു കുഞ്ഞു വീഡിയോയിൽ പരിചയപ്പെട്ടാലോ? ആരൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട റെഡ്യൂസിങ് ഏജന്റുകൾ, അവർ ഓരോരുത്തരും ഏതൊക്കെ തരം റിഡക്ഷനുകളിലാണ് നോർമലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഓർഗാനിക്കിൽ നിന്ന് വലിയൊരു പാർട്ട് നമ്മൾ കവർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരുപാട് റെഡ്യൂസിങ് ഏജന്റുകളുണ്ട്. പല ചാപ്റ്ററുകളിലായി നമ്മൾ പല കോമ്പൗണ്ടുകളെ പല ഫോമുകളിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന പലതരം റെഡ്യൂസിങ് ഏജന്റുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. സോ ആ റെഡ്യൂസിങ് ഏജന്റുകളെല്ലാം ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മളിന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. റെഡി? യെസ്. സോ നമ്മൾ തുടങ്ങുന്നത് കറ്റാലിറ്റിക് റിഡക്ഷനിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഹൈഡ്രോജിനേഷൻ ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് 4 എണ്ണം പറയേണ്ടി വരും. കാരണം ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം ഓർ പലേഡിയം ഓർ നിക്കൽ, hydrogen in presence of palletized charcoal poisoned with quinoline or sulfur compounds, hydrogen in presence of sodium and liquid ammonia, and hydrogen in presence of palladium and barium sulfate. ഈ 4 കേസുകളും ഒരുമിച്ച് ഞാൻ എഴുതിയത് ഇത് 4 ഏകദേശം ഒരുപോലെയാണ് എന്നുള്ളത് കൊണ്ടും ആ ഡിഫറൻസ് എന്താണെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകണം എന്നതുകൊണ്ടുമാണ്. ഓക്കെ, സോ ഹൈഡ്രജൻ നോർമൽ കറ്റാലിറ്റിക് റിഡക്ഷൻ ആണ്, നോർമൽ കറ്റാലിറ്റിക് ഹൈഡ്രോജനേഷൻ ആണ്. ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം ഓർ പലേഡിയം ഓർ നിക്കൽ ആസ് കാറ്റലിസ്റ്റ്. ഓക്കെ, ആരെയൊക്കെ ഏതൊക്കെ ഫോമുകളിലേക്കാണ് റെഡ്യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ, ആൽക്കൈനുകളെ ആൽക്കെയിനുകളാക്കി റെഡ്യൂസ് ചെയ്യാം, ആൽക്കീനുകളെ ആൽക്കെയിനുകളാക്കി റെഡ്യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേഷൻ എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി ഇല്ലാതെയാക്കാം. റെഡി? തീർന്നില്ല. നൈട്രോ കോമ്പൗണ്ടുകളെ പ്രൈമറി അമീനാക്കി റെഡ്യൂസ് ചെയ്യാം, നൈട്രൈലുകളെ പ്രൈമറി അമീനാക്കി റെഡ്യൂസ് ചെയ്യാം, ഐസോനൈട്രൈലുകളെ സെക്കൻഡറി അമീനാക്കി റെഡ്യൂസ് ചെയ്യാം, കാർബോക്സിലിക് ആസിഡുകളെ പ്രൈമറി ആൽക്കഹോളാക്കി റെഡ്യൂസ് ചെയ്യാം, ആൽഡിഹൈഡുകളെ പ്രൈമറി ആൽക്കഹോളാക്കി റെഡ്യൂസ് ചെയ്യാം, കീറ്റോണുകളെ സെക്കൻഡറി ആൽക്കഹോളാക്കി റെഡ്യൂസ് ചെയ്യാം. ഇത്രയും റിഡക്ഷനുകൾ നടത്താൻ നമ്മുടെ സാധാരണ കറ്റാലിറ്റിക് ഹൈഡ്രോജനേഷന് സാധിക്കും, സാധാരണ കറ്റാലിറ്റിക് റിഡക്ഷന് സാധിക്കും. ഓക്കെ, സോ 1, 2, 3, 4, 5, 6, 7, 8 റിഡക്ഷൻസ് ആണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓർഗാനിക് കെമിസ്ട്രിയുടെ പല ചാപ്റ്ററുകളിലായി ചെതറിക്കിടക്കുന്ന എല്ലാ റിഡക്ഷനുകളെയും ഒരൊറ്റ ടേബിളിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേ റിഡക്ഷനിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അതുകൂടി നമുക്ക് പഠിക്കാനുണ്ട്. 3 കേസുകളിലാണ് നമുക്കിത് പഠിക്കാനുള്ളത്. ഒന്ന്, hydrogenation in presence of palletized charcoal which is poisoned with quinoline or sulfur compounds. ഈ കാറ്റലിസ്റ്റിനെ നമ്മൾ വിളിക്കുക ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ് എന്നാണ്. അപ്പൊ ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ആൽക്കൈനുകളെ സിസ് ആൽക്കീനുകളാക്കി മാറ്റാൻ പറ്റും. ഇനി ഇതേ റിഡക്ഷൻ നമ്മൾ നടത്തുന്നത് സോഡിയം ആൻഡ് ലിക്വിഡ് അമോണിയ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലിത്തിയം ആൻഡ് ലിക്വിഡ് അമോണിയ ഉപയോഗിച്ചോ ആണെങ്കിൽ, ഒന്നെങ്കിൽ ലിത്തിയം അല്ലെങ്കിൽ സോഡിയം, രണ്ടും സ്യൂട്ടബിൾ ആണ്. അവിടെ ആൽക്കൈനുകൾ ട്രാൻസ് ആൽക്കീനുകളായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ച സാധാരണ കറ്റാലിറ്റിക് റിഡക്ഷന്റെ 2 സ്പെഷ്യൽ കേസസ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ഹൈഡ്രോജിനേഷൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ്. ഇതിനെ നമ്മൾ വിളിക്കുക റോസൻമണ്ട് റിഡക്ഷൻ എന്നാണ്. ആസിഡ് ക്ലോറൈഡുകളെ ആൽഡിഹൈഡുകളാക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ റിഡക്ഷൻ ഉപയോഗിക്കുക. റോസൻമണ്ട് റിഡക്ഷൻ, ദിസ് ഇസ് ബിർച്ച് റിഡക്ഷൻ. ഇവിടെ നമ്മൾ ഉപയോഗിച്ച കാറ്റലിസ്റ്റിന്റെ പേര് ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ്. ഓക്കെ, സോ കറ്റാലിറ്റിക് റിഡക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത്രയും കറ്റാലിറ്റിക് റിഡക്ഷൻസ് ആണ് നമുക്ക് ഓർഗാനിക്കിന്റെ എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾ അരിച്ചു പറക്കിയാലും ഇത്രയേ നിങ്ങൾക്ക് അതിൽ കാണാനുള്ളൂ. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോ ഹൈഡ്രൈഡ് ആൻഡ് ഡിബലച്ച്. ഇവർ 3 പേരെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. ഇവർ 3 പേരും ആരെയൊക്കെ റെഡ്യൂസ് ചെയ്യും, ഏതൊക്കെ ഫോമുകളിലേക്കാണ് റെഡ്യൂസ് ചെയ്യുക എന്നാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് us start with ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ്. അതൊരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ടുകളെ റെഡ്യൂസ് ചെയ്ത് പുതിയ ഫോമുകളിലേക്ക് മാറ്റാൻ അവന് കഴിയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററുകളിലും ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് കടന്നു വരുന്നുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക്. ആൽഡിഹൈഡുകളെ പ്രൈമറി ആൽക്കഹോളാക്കി റെഡ്യൂസ് ചെയ്യുന്നു, കീറ്റോണുകളെ സെക്കൻഡറി ആൽക്കഹോളായി റെഡ്യൂസ് ചെയ്യുന്നു, കാർബോക്സിലിക് ആസിഡുകളെ പ്രൈമറി ആൽക്കഹോളായി റെഡ്യൂസ് ചെയ്യുന്നു, ആസിഡ് ക്ലോറൈഡുകളെ പ്രൈമറി ആൽക്കഹോളായി റെഡ്യൂസ് ചെയ്യുന്നു, അമൈഡുകളെ പ്രൈമറി ആൽക്കഹോളായി റെഡ്യൂസ് ചെയ്യുന്നു, ആസിഡ് അൻഹൈഡ്രൈഡുകളെയും പ്രൈമറി ആൽക്കഹോളാക്കി മാറ്റുന്നു, എസ്റ്ററുകളെയും പ്രൈമറി ആൽക്കഹോളുകളാക്കി റെഡ്യൂസ് ചെയ്യുന്നു,
റെഡി? ഇതിവിടെ ബ്രേക്ക് ആവും, 2 പാർട്ടും ആൽക്കഹോളായി മാറും. നമുക്കറിയാം നൈട്രോ കോമ്പൗണ്ടുകളെ പ്രൈമറി അമീനുകളാക്കി റെഡ്യൂസ് ചെയ്യും, നൈട്രൈലുകളെ പ്രൈമറി അമീനാക്കി റെഡ്യൂസ് ചെയ്യും, ഐസോനൈട്രൈലുകളെ സെക്കൻഡറി അമീനാക്കി റെഡ്യൂസ് ചെയ്യും, ആൻഡ് അമൈഡുകളെ പ്രൈമറി അമീനാക്കി റെഡ്യൂസ് ചെയ്യുന്നു, ആൽക്കൈൽ ഹാലൈഡുകളെ ആൽക്കേൻ ആക്കി മാറ്റും. ഇവിടെ ഈ ആൽക്കൈൽ ഹാലൈഡ് എടുക്കുമ്പോൾ ടേർഷറി ആൽക്കൈൽ ഹാലൈഡ് ഒഴികെയാണ് എന്ന് ഓർത്ത് വെക്കുക, എക്സെപ്റ്റ് ടേർഷറി ആൽക്കൈൽ ഹാലൈഡ്സ്. ഓക്കെ, അപ്പൊ ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡിന്റെ എല്ലാ റിഡക്ഷൻ റിയാക്ഷനുകളും നമ്മളിവിടെ പരിചയപ്പെട്ടു. ആരെയൊക്കെ ഏതൊക്കെ ഫോമുകളിലേക്ക് മാറ്റും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സോഡിയം ബോറോ ഹൈഡ്രൈഡ് ആണ്. നമുക്കറിയാം സോഡിയം ബോറോ ഹൈഡ്രൈഡ് ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡിന് അത്രയും സ്ട്രോങ് ആയ ഒരു റെഡ്യൂസിങ് ഏജന്റ് അല്ല. 3 റിഡക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൽഡിഹൈഡുകളെ പ്രൈമറി ആൽക്കഹോൾ ആക്കി മാറ്റും, കീറ്റോണുകളെ സെക്കൻഡറി ആൽക്കഹോൾ ആക്കി മാറ്റും, ആൻഡ് ആസിഡ് ക്ലോറൈഡുകളെ പ്രൈമറി ആൽക്കഹോൾ ആക്കി മാറ്റും. കാർബോക്സിലിക് ആസിഡിനെയോ കാർബോക്സിലിക് ആസിഡിന്റെ ബാക്കി ഡെറിവേറ്റീവുകളെയോ ആസിഡ് ക്ലോറൈഡ് ഒഴികെയുള്ള ഡെറിവേറ്റീവുകളെയോ റെഡ്യൂസ് ചെയ്യാൻ സോഡിയം ബോറോ ഹൈഡ്രൈഡിന് കഴിയില്ല എന്ന് നമുക്കറിയാം. ഓക്കെ, അക്കൂട്ടത്തിലെ 3ാമനാണ് ഡിബലച്ച് അഥവാ ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. 2 എക്സാമ്പിൾസ് ആണ് അവന്റെ റിഡക്ഷൻ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ NCERT നിങ്ങൾ അരിച്ചു പറക്കിയാൽ 2 എക്സാമ്പിൾസിലാണ്, 2 കേസുകളിലാണ് ഡിബലച്ച് എന്ന് പറയുന്ന റെഡ്യൂസിങ് ഏജന്റ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഒന്ന് നൈട്രൈലുകളെ ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ, 2 എസ്റ്ററുകളെ ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ. ഈ 2 കേസുകളിലാണ് ഡിബലച്ച് എന്ന് പറയുന്ന റെഡ്യൂസിങ് ഏജന്റ് നമുക്ക് പഠിക്കാനുള്ളത്. റെഡി? അപ്പൊ അവരെ 3 പേരെ നമ്മൾ പരിചയപ്പെട്ടെ, ലിത്യം അലൂമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോ ഹൈഡ്രൈഡ് ആൻഡ് ഡിബലച്ച്. നെക്സ്റ്റ് ഇസ് റെഡ് ഫോസ്ഫറസ് ആൻഡ് HI. റെഡ് ഫോസ്ഫറസ് ആൻഡ് HI പ്രധാനമായും 5 റിഡക്ഷൻസ് നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ആൽക്കൈൽ അയഡൈഡുകളെ ആൽക്കെയിൻ ആക്കി മാറ്റും. 2, പ്രൈമറി ആൽക്കഹോളുകളെ ആൽക്കെയിൻ ആക്കി മാറ്റും. ആൽഡിഹൈഡുകളെ ആൽക്കെയിൻ ആക്കി മാറ്റും. കീറ്റോണുകളെ ആൽക്കെയിൻ ആക്കി മാറ്റും. കാർബോക്സിലിക് ആസിഡുകളെ ആൽക്കെയിൻ ആക്കി മാറ്റും. സോ ഇത്രയും റിഡക്ഷൻസ് ആണ്. അപ്പൊ ഇതിനൊക്കെ പ്രൊഡക്റ്റ്, ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഇവനെ ആരെ റെഡ്യൂസ് ചെയ്താലും അതിനൊക്കെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആൽക്കെയിൻ ആണ്. മനസ്സിലായോ? അപ്പൊ ഇതിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ആരെയാണോ എടുക്കുന്നത് അയാളുടെ കറസ്പോണ്ടിങ് ആൽക്കെയിൻ ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ പ്രൊഡക്റ്റ്, റിഡക്ഷൻ നടന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റെഡ് ഫോസ്ഫറസ് ആൻഡ് HI. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഇനി കുറച്ച് ചില പ്രത്യേക കേസുകളിൽ മാത്രം ഉപയോഗിക്കുന്ന ചില റെഡ്യൂസിങ് ഏജന്റുകളെയും റിഡക്ഷൻ കേസുകളുമാണ് NCERT പല ചാപ്റ്ററുകളിലായി ഇങ്ങനെ ആകെ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡായി കിടക്കുന്നുണ്ട്. അവരെല്ലാവരെയും ഒരൊറ്റ പേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാവരെയും ഒറ്റ പേജിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നോക്കാം. സിങ്കൻ HCl ഉണ്ട്, ടിന്നൻ HCl ഉണ്ട്, അയൺ HCl ഉണ്ട്, സ്റ്റാനസ് ക്ലോറൈഡ് HCl ഉണ്ട്, സോഡിയം എത്തനോൾ, സോഡിയം അമാൽഗം HCl, ഹൈഡ്രസീൻ ഫോളോഡ് ബൈ എഥിലീൻ ഗ്ലൈക്കോൾ ഇൻ ആൽക്കലൈൻ മീഡിയം. ഇത്രയും പേരെ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. അതിലാദ്യം സിങ്കൻ HCl. 2 കേസുകളിലാണ് സിങ്കം HCl നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, ആൽക്കൈൽ ഹാലൈഡുകളെ ആൽക്കെയിൻ ആക്കി മാറ്റുക, ഹൈഡ്രോ കാർബൺസ് ആക്കി മാറ്റുക. 2, നൈട്രോ കോമ്പൗണ്ടുകളെ പ്രൈമറി അമീനാക്കി മാറ്റുക. ഈ 2 കേസുകളിലും സിങ്കൻ HCl എഫക്റ്റീവായി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. 2, ടിന്നൻ HCl. 3, അയൺ HCl. ഈ 2 പേരെയും NCERT പറയുന്നത് നൈട്രോ കോമ്പൗണ്ടുകളെ പ്രൈമറി അമീനാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ്. 2നും ഒരേ റോള് തന്നെയാണ്. നൈട്രോ കോമ്പൗണ്ടുകളെ പ്രൈമറി അമീനാക്കി മാറ്റുന്നു. റെഡി അല്ലേ? ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഇസ് സ്റ്റാനസ് ക്ലോറൈഡ് ആൻഡ് HCl. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സ്റ്റാനസ് ക്ലോറൈഡ് HCl എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഓർഗാനിക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നെയിം റിയാക്ഷൻ കൂടിയാണ് സ്റ്റാനസ് ക്ലോറൈഡ് ആൻഡ് HCl. നൈട്രൈലുകളെ ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിച്ചിരുന്ന റെഡ്യൂസിങ് ഏജന്റ് ആണ് സ്റ്റാനസ് ക്ലോറൈഡും HClഉം. സ്റ്റീഫൻ റിഡക്ഷൻ എന്നായിരുന്നു നമ്മൾ ഇതിനെ വിളിച്ചിരുന്നത്. സ്റ്റീഫൻ റിഡക്ഷൻ ഓർമ്മയുണ്ടാവും, ആൽഡിഹൈഡുകളുടെ പ്രിപ്പറേഷൻ മെത്തഡ് ആയിരുന്നു. ദ നെക്സ്റ്റ് ഇസ് സോഡിയം എനത്തനോൾ. സോഡിയം എനത്തനോൾ നമ്മൾ പഠിക്കുന്നത് അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. സിങ്കും HClഉം ടിന്നും HClഉം അയണും HClഉം കൊണ്ട് നമ്മൾ നൈട്രോ കോമ്പൗണ്ടുകളെ പ്രൈമറി അമീനാക്കി മാറ്റിയില്ലേ, അതേ റോള് തന്നെയാണ് സോഡിയം എത്തനോളും നടത്തുക. നൈട്രോ കോമ്പൗണ്ടുകളെ പ്രൈമറി അമീനുകളാക്കി റെഡ്യൂസ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് 2 റെഡ്യൂസിങ് ഏജന്റ്സ്, ആ 2 പേർക്കും ഒരേ റോള് തന്നെയാണ്. ഒന്ന് സോഡിയം അമാൽഗം ആൻഡ് HCl. 2, ഹൈഡ്രസീൻ ഫോളോഡ് ബൈ റിയാക്ഷൻ വിത്ത് എഥിലീൻ ഗ്ലൈക്കോൾ ആൻഡ്
ആൽക്കലൈൻ മീഡിയം. റെഡി അല്ലേ? രണ്ട് നെയിം റിയാക്ഷൻസ് ആണ്. ഇത് ക്ലമൻസൺ റിഡക്ഷൻ എന്നറിയപ്പെടുന്ന നെയിം റിയാക്ഷൻ ആണ്. ഇത് ഊൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണ്. സോ ഇവിടെ രണ്ടുപേരും ചെയ്യുന്ന ഒരേ കാര്യമാണ്. ആൽഡിഹൈഡുകളെയും കീറ്റോണുകളെയും കറസ്പോണ്ടിങ് ആൽക്കൈനുകളാക്കി മാറ്റും, ഹൈഡ്രോ കാർബൺസ് ആക്കി മാറ്റും. റെഡി അല്ലേ? അപ്പൊ CHO എന്ന് പറയുന്ന ഗ്രൂപ്പ് CH3 ആയി മാറും, CO എന്ന് പറയുന്ന ഗ്രൂപ്പ് CH2 ആയി മാറും. സെറ്റാണല്ലോടാ? ഇവിടെയും അതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. രണ്ട് റിയാക്ഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ ആരാക്കി മാറ്റുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡിഫറൻസും ഇല്ല. ഓക്കെ, സോ ഇത്രയും റെഡ്യൂസിങ് ഏജന്റുകളെയാണ്, ഇത്രയും റിഡക്ഷൻ റിയാക്ഷൻസ് ആണ് ഓർഗാനിക്കിന്റെ 6 ചാപ്റ്ററുകളിലായി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക, ഗംഭീരമായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.